എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച്, നിങ്ങളുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം അറിയാൻ ശ്രമിക്കാം അല്ലേ? ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു അവതാരമല്ല, പരിപൂർണതമ രൂപമാണ് ഭഗവാന്റെ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അംശം എന്താണ്, അംശം എന്താണ്, കല എന്താണ്, പിന്നെ ആവേശം എന്ന് പറയുന്ന ആ ഒരു ശക്തി ആവേശം അവതാരം അതെന്താണ്, പിന്നെ പൂർണ്ണ രൂപങ്ങൾ എന്തൊക്കെയാണ് ഭഗവാന്റെ, പരിപൂർണതമ രൂപം എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി മുന്നോട്ട് നമുക്ക് കിടക്കാം. മുന്നോട്ട് നമുക്ക് ഭഗവാനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാം തം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം സ്യാം. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ നമാചാര്യപാദായ നിതായകൃപപ്രദായിനേ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീഭാഷവാനുവേ ദേവി ദൈതായ കൃപാപ്തയേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനധാരിണേ രൂപാനുഗ സിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായതേ ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപിതം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതീർഗതി മത്സർവസ്വ പാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ പൃഷ്ഠാഭിസേവ്യമാനുസ്മര. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻവേനുസ്മരേർഗോപീർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരുണ്യം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം.
ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ വന്ന ഭക്തർക്കായിട്ട് ഗുരുവായൂരപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭഗവാനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗുരുവായൂരിൽ വസിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂരപ്പനെ കുറിച്ച്. അറിയാമെന്ന് പറഞ്ഞാൽ എത്ര അറിഞ്ഞാലും ഇനിയും അറിയാൻ കുറേ കിടക്കുന്നു ഭഗവാനെക്കുറിച്ച്. നമ്മൾ ഗുരുവായൂരപ്പനെ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിനും പോയി തൊഴുത് വരാറുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ ഭഗവാൻ ആരാണെന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. നമ്മൾ കുറേ കഥകൾ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഭഗവാന്റെ ആ സ്ഥാനം എന്താണെന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് കുറച്ച് കഥകളൊക്കെ അറിയാമെങ്കിലും ഗീത കുറച്ച്, ഭാഗവതം കുറച്ച്, നാരായണീയം അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നുമായിട്ടാണ്. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ പോയി ഭഗവാൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലിടാം. അടുത്ത വീഡിയോയിൽ അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. ചർച്ച തുടരാം. ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഗ്രന്ഥം ഗർഗഭാഗവതമാണ്. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നാരദ മഹർഷിയാണ് ബഹുളാശ്വ രാജാവിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. നാരദ മഹർഷി പറയുന്നു, ഏതൊരു വ്യക്തിക്കാണ് നാവുള്ളത് ആ വ്യക്തി ഭഗവാനെ പ്രകീർത്തിച്ചില്ല എങ്കിൽ ആ വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണ്. ആ വ്യക്തി എങ്ങനെയെങ്കിലും മോക്ഷത്തിലേക്ക് എത്തിയാലും ആ മോക്ഷത്തിൽ ഉയരാൻ ആ വ്യക്തിക്ക് കഴിയില്ല. മോക്ഷത്തിൻ്റെ അടുത്തെത്തും, പക്ഷെ മോക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് നാരദ മഹർഷി പറയുന്നു. ഇനി ഭഗവാൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? വരാഹകൽപ്പത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൽപ്പത്തെ വരാഹകൽപ്പം എന്ന് പറയും. കാരണം വരാഹസ്വാമിയുടെ ആ ഒരു അവതാരം കാരണം അത് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറയുന്നു. ഇത് ആരോട് പറയുന്നു? നാരദ മഹർഷി ബഹുളാശ്വ രാജാവിനോട് അതേ കാര്യം തന്നെ ഗർഗമുനി ശൗനകാദി ഋഷികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മഹർഷി പറയുന്നു, ഭൂമി പല പല ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും മനുഷ്യ രാജാക്കന്മാരുടെയൊക്കെ അധർമ്മത്താൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദേവിക്ക് അവരെ ഈ ഭൂമിയിൽ താങ്ങി നിർത്താൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഭൂമിയുടെ ഭാരം കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടു. അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പേ ഉള്ള സത്സംഗങ്ങളിലെല്ലാം പറഞ്ഞു. നമ്മൾ ഇന്നത്തെ നമുക്ക് ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും വളരെ നോൺ ലിവിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ജീവനില്ലാത്ത രീതിയിലാണ് കാണുന്നത്. മണ്ണായാലും ശരി, അഗ്നിയായാലും ശരി, ജലമായിട്ടാണ്. പക്ഷെ നമ്മളെ ശാസ്ത്രങ്ങൾ നമ്മളെ അതിൻ്റെ പുറകിൽ ഒരു വ്യക്തിയെ കാണാൻ പഠിപ്പിക്കുകയാണ്. അതിൽ ആൾക്കാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക്, അതായത് ആ വ്യക്തിയെ കാണാൻ ശ്രമിക്കുമ്പോൾ അറിവിലൂടെ നമ്മൾ ആ വ്യക്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഭൂമിയാണെങ്കിലും ജലം, അഗ്നി, വായു ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്പെക്റ്റ് തോന്നും. പക്ഷെ അതിനെ നിർജീവ വസ്തുവായിട്ട് കാണുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ചൂഷണം ചെയ്യും. അതാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ ഭൂമിയെ തൊട്ടും നമസ്കരിക്കാറില്ല. ഭൂമിയെ എല്ലാവരും പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അധികാരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഭൂമിയോടുള്ള ഒരു റെസ്പെക്റ്റ് ഇന്ന് കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവരവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനും പിന്നെ അവരുടെ ധർമ്മം കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമായിരുന്നു അവരതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഒരു കാരണവുമില്ലാതെ യുദ്ധങ്ങളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ഒരു വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുന്നില്ല. അന്നേരം എന്തായാലും
അതൊരു സങ്കല്പം മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം ഉയർന്ന വീക്ഷണം വേണം, അല്ലേ? എന്തായാലും ഇത് ഗർഗമുനിയാണ് പറയുന്നത്. ഗർഗമുനി നാരദ മഹർഷി ബഹലാശ്വ രാജാവിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നമ്മൾ ഭാഗവത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. നേരം ഭൂമി എന്ന് പറയുന്ന ഒരു നിർജീവ വസ്തുവല്ല, ഭൂമിയുടെ പുറയിലായിട്ട് ദേവി ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഭൂമി ദേവിക്ക് എങ്ങനെയാണ് ഭാരം കൂടുന്നത്? അതായത് അധർമ്മികളായിട്ടുള്ള വ്യക്തികൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ, അത് താഴെ വയ്ക്കുക, അത് വീഴും. അധർമ്മികളായിട്ടുള്ള വ്യക്തികൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ സഹിക്കാൻ ഭൂമിയിലേക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പല പ്രാവശ്യം ഉദാഹരണം പറയാറുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി വരികയാണെങ്കിൽ നമുക്ക് അസഹനീയമായിട്ട് തോന്നില്ലേ? അതേപോലെ തന്നെ. അപ്പോൾ ഭൂമി ദേവി ഒരു പശുവിൻ്റെ അന്നേരം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഭഗവാന്റെ ലീലകൾ, ഗുരുവായൂരപ്പൻ്റെ ലീലകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നാരായണീയത്തിലൂടെയും ഭാഗവത്തിലൂടെയും. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, മെല്ലെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കംപ്ലീറ്റ്ലി കൂടുതൽ, അതായത് ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത പല കാര്യങ്ങളും കേൾക്കാൻ പറ്റും. അതും സാങ്കല്പികമല്ല, ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ കരഞ്ഞുകൊണ്ട് വരച്ചുകൊണ്ട് ദേവിയുടെ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദേവന്മാരെയും ബ്രഹ്മദേവനെ ആശ്രയിക്കണം. ബ്രഹ്മദേവൻ ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് മഹാദേവനോടൊത്ത് മറ്റ് ദേവന്മാരോടൊത്ത് വൈകുണ്ഠത്തിൽ പോയി സാക്ഷാൽ ശ്രീഹരിയെ കാണാനായിട്ട്. ഹരേ കൃഷ്ണ, മെല്ലെ സംസാരിക്കുക കേട്ടോ, കേൾക്കുന്നോ? ബ്രഹ്മദേവൻ ചതുർബാഹു ഭഗവാന്റെ ശ്രീ വിഷ്ണുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് വന്നതിൻ്റെ കാരണം അവിടെ വ്യക്തമാക്കി. ലക്ഷ്മിപതിയായ ഭഗവാൻ ബ്രഹ്മദേവനോടും മറ്റ് ദേവന്മാരോടും പറഞ്ഞു, ഇത്രയും കാലവും ഞാൻ അവതരിച്ചതുപോലെയല്ല, ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ വിഷ്ണു സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ സാക്ഷാൽ ആദിപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഇതിനൊരു പരിഹാരം കാണേണ്ടതാണെന്ന് പറയും. അതായത് ഇതിനു മുമ്പേ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച പല അസുരന്മാരും ദൈത്യന്മാരും ഒക്കെ അവർ പോലും പല പല മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും അസുരന്മാരെയും കീഴ്പ്പെടുത്തണം. അതിന് സാക്ഷാൽ ഭഗവാൻ തന്നെ വന്നേ പറ്റൂ എന്ന് വിഷ്ണു തന്നെ പറയുകയാണ്. വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ പല പല രൂപങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചു, ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളെ. അതായത് അതിലെ എല്ലാ രൂപങ്ങളുടെയും സ്രോതസ്സാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പം തോന്നും, പക്ഷേ ഇതാണ് സത്യം. കാരണം ശ്രീമദ് ഭാഗവത്തിൽ പോലും ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. എന്നാൽ ഇവിടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ പറയുന്നു, ഇത് എല്ലാ വിഷ്ണു സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ ആദിപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഇതിൽ ഇടപെട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് അങ്ങ് തന്നെയല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ആധാരം. അങ്ങേക്കും അപ്പുറത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ബ്രഹ്മദേവൻ പറയുക. നാരദ മഹർഷി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീഹരി ദേവന്മാരുമായിട്ടൊത്ത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സുഷിരത്തിലൂടെ, അതായത് ഭഗവാൻ വാമന രൂപം എടുത്തപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിനൊരു സുഷിരം വന്നിട്ടുണ്ട്. ആ സുഷിരത്തിനകത്തൂടെ പുറത്തു പോവുകയാണ്. ഭഗവാന്റെ തൃപ്പാദത്തിലെ തള്ളവിരലിൻ്റെ നഖത്തിലൂടെ ഒരു സുഷിരം വന്നു, അതിലൂടെ പുറത്തു വരികയാണ്. ഒരു വള്ളത്തിൽ എല്ലാ ദേവന്മാരും എല്ലാവരും കൂടി ആ ബ്രഹ്മാണ്ടത്തിന് പുറത്തു പോവുകയാണ്.
അങ്ങനെ ഈ ബ്രഹ്മാണ്ടം, ഒരുപാട് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളെ അവരെ കാണുകയാണ് അതിൽ. കാരണജലമാകുന്ന സമുദ്രത്തിൽ കുമ്പളകളെ പോലെ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതവും തോന്നി, ഭയവും തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളും ഈ ഭൂമിക്ക് പുറത്തു പോകുമ്പോഴേ നമുക്ക് ഭയം തോന്നും അല്ലേ? അന്നേരം ഇത് ബ്രഹ്മാണ്ടത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തുമായിരിക്കും അല്ലേ? ദേവന്മാർക്ക് പോലും ഭയം തോന്നി. അന്നേരം എത്രയോ എത്രയോ യോജനകൾക്കപ്പുറത്തായിട്ട് അവർ ഒരുപാട് ഉദ്യാനങ്ങളെ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അതിൻ്റെയും മുകളിലോട്ട് അവരിങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വിരജ നദിയെ കാണാൻ പറ്റി. ആ വിരജ നദിക്ക് ചുറ്റുമായിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുക. എന്നിട്ട് അതിനുശേഷം അവർ വേറൊരു നഗരത്തിലേക്ക് പ്രവേശിച്ചു. കോടാനുകോടി സൂര്യന്മാർ ഒരേ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന പോലെ. അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം വളരെ ശക്തമായിട്ട് വ്യാപിച്ചു. ഭഗവാൻ വിഷ്ണു പറഞ്ഞത് പ്രകാരം ബ്രഹ്മദേവൻ, മറ്റ് ദേവന്മാരെല്ലാവരും ആ പ്രകാശത്തെ നമസ്കരിച്ചു, ധ്യാനിച്ചു. ഇത് ബ്രഹ്മജ്യോതിയായിരുന്നു. ആ ഒരു പ്രകാശ വളയത്തിൻ്റെ ഉള്ളിൽ അതിശാന്തമായിട്ടുള്ളൊരു രൂപം അവർ കണ്ടു. ആ പ്രകാശവലയത്തിൻ്റെ ഉള്ളിൽ ദേവന്മാർ അതിസുന്ദരമായിട്ടുള്ള 1000 ശിരസ്സുകളോടുകൂടിയുള്ള അനന്തശേഷനെ കണ്ടു. അനന്തശേഷൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ നോക്കിയപ്പോൾ ഗോലോക വൃന്ദാവനത്തിനെ കാണുകയാണ്. എല്ലാ ലോകങ്ങളും പൂജിക്കുന്ന, കാലം പോലും അവിടെ നമസ്കരിക്കുന്നു. അവിടെ അഹങ്കാരമോ മായയോ മനസ്സോ ഭൗതിക ഹൃദയമോ ബുദ്ധിയോ ഒന്നിനും അവിടെ ഒരു സ്ഥാനമില്ല. നമ്മുടെ മാനസിക സങ്കല്പങ്ങൾക്കും അവിടെ ഒന്നും സ്ഥാനമില്ല. ത്രിഗുണങ്ങളും അവിടെ ഇല്ല. അവിടെയുള്ള ജനങ്ങളുടെ രൂപമൊക്കെ വളരെ സുന്ദരമായിരുന്നു. കാമദേവനെക്കാട്ടിയും വളരെ സുന്ദരന്മാരായിരുന്നു. അവിടെ ഭഗവാന്റെ പാർശ്വത്തിൽ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ദേവന്മാർ പറഞ്ഞു, നമ്മൾ ബ്രഹ്മ, വിഷ്ണു, മഹാദേവൻ എല്ലാം ദിക്പാലകന്മാരാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ വന്നിരിക്കുകയാണ് എന്ന് ദേവന്മാർ ആ ഭഗവാന്റെ സേവകരോട് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഇത് കേട്ട ഉടനെ ദ്വാരപാലകന്മാർ, അവിടെ ഗോപികമാരും ഉണ്ടായിരുന്നു ദ്വാരപാലകരായിട്ട്, ഭഗവാന്റെ സഖിമാരായിരുന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭഗവാൻ കൃഷ്ണനോട് അറിയിച്ചു. അപ്പോൾ ഒരു ഗോപിക വന്നു, ശതചന്ദ്രാനന എന്ന് പറയുന്നൊരു ഗോപി. മഞ്ഞ വസ്ത്രം ധരിച്ച, കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ഭഗവാന്റെ സഖിയാണ്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തു വന്നിട്ട് ദേവന്മാരോട് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് വെച്ചു. ശതചന്ദ്രാനൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും വന്നിരിക്കുകയാണ്, നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നത്? നിങ്ങളെല്ലാം രാജാക്കന്മാരാണോ? ഞാൻ ഉടൻ തന്നെ ഭഗവാന്റെ അടുത്ത് എന്ന് പറയാൻ പോകുന്നു. ദേവന്മാർ പറഞ്ഞു, നമ്മൾ മറ്റ് ബ്രഹ്മാണ്ടങ്ങളൊന്നും കണ്ടിട്ടില്ല, നമുക്ക് ഒരേ ഒരു ബ്രഹ്മാണ്ടത്തെ കുറിച്ചേ അറിയൂ. അപ്പുറത്തായിട്ട് വേറൊരു ബ്രഹ്മാണ്ടമുണ്ട്, നമുക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ശതചന്ദ്രാന് പറഞ്ഞു, ബ്രഹ്മദേവ, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ കാരണജലത്തിൽ ഇങ്ങനെ പൊങ്ങി താഴാറുണ്ട്. നിങ്ങളെല്ലാവരും ഒരു ബ്രഹ്മാണ്ടത്തിലെ ദേവന്മാർ മാത്രമാണ്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇതേപോലെ എത്രയോ ദേവന്മാരുണ്ട്.
അവരുടെ പേരുകൾ പോലും നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് അവരെയൊക്കെ കാണുക? നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദേവന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചെറിയ ഇട്ടാവിട്ട കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ, ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ട് വീട് അമ്മ അച്ഛൻ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനപ്പുറത്ത് ദേവന്മാർ വലിയ വലിയ കളികൾ കളിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീരും. മൊത്തം ബ്രഹ്മാണ്ടമേ തീരും. അത് ശതചന്ദ്രാനന പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബ്രഹ്മാണ്ടമല്ലേ അറിയൂ? അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിൽ എത്രയോ ദേവന്മാരിങ്ങനെ ജനിച്ച് മരിക്കുന്നു, കൊതുകുകളെ പോലെ പറയും. നാരദ മഹർഷി പറഞ്ഞു, ഇങ്ങനെ ശതചന്ദ്രാനന ദേവി എല്ലാവരെയും കളിയാക്കി. ഇതെല്ലാം കേട്ടിട്ട് ദേവന്മാർ ശാന്തരായി. ഇതെല്ലാം ദേവന്മാർക്കൊന്നും മിണ്ടാനൊരു ശബ്ദമില്ലാതെ ഉടൻ തന്നെ വിഷ്ണു പറഞ്ഞു, നമ്മൾ ഒരു സുഷിരമുള്ള ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ശതചന്ദ്രാനന എന്ന് പറയുന്ന ഗോപിക പറഞ്ഞു, കൊതുകുകളെ പോലെ എത്രയോ ദേവന്മാരിങ്ങനെ ഓരോ ബ്രഹ്മാണ്ടങ്ങളിൽ ജനിച്ച് മരിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അന്നേരം പറഞ്ഞു, അന്നേരം വിഷ്ണു എല്ലാവരും ചമ്മിപ്പോയി, എല്ലാ ദേവന്മാരും. അപ്പം വിഷ്ണു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നമ്മൾ സാക്ഷാൽ ത്രിവിക്രമനായ വാമനമൂർത്തി, ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നിട്ട് ഭഗവാൻ ത്രിലോകങ്ങളെ അളന്നിരുന്നു. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിലെ തള്ളവരൽ കൊണ്ട് ഒരു സുഷിരം സുഷിരം വന്നിട്ടുണ്ട് ബ്രഹ്മാണ്ടത്തിൽ. ആ ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഇത് കേട്ടുടനെ ശതചന്ദ്രാനന എന്ന് പറഞ്ഞ ഗോപിയെ കുറേ വിഷ്ണുവിനെ സ്തുതിച്ചു. എന്നിട്ട് അകത്തേക്ക് പോയി. എന്നിട്ട് ദേവന്മാർക്ക് അകത്ത് കയറാനുള്ള അനുമതി കൊടുത്തു. അങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് ദേവന്മാർ പ്രവേശിക്കാം. അവിടെ ദേവന്മാർ ഗോലോകത്തെ കാണുകയാണ്. അവിടെ എല്ലാ പർവ്വതങ്ങളുടെയും രാജാവായ ഗോവർദ്ധന പർവ്വതം അവിടെയുണ്ട്. അസംഖ്യം പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗോപികമാരെല്ലാം വനമാല ധരിച്ചിരിക്കുകയാണ്, ഗോപികമാർ സ്വയം. അവരെല്ലാവരും രാസമണ്ഡലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പല പല നികുഞ്ചങ്ങൾ കണ്ടു. അതിസുന്ദരമായിട്ടുള്ള യമുനാ നദി ഒഴുകുന്നു. പല പല വണ്ടുകളും പല പല ചെടികളും, അതിമനോഹരമായിട്ടുള്ള വൃന്ദാവനം. പല പല മരങ്ങളാലും പല പല പക്ഷികളാലും പല പല വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ഭഗവാൻ ഓടക്കുള്ളൂതിക്കൊണ്ടിരിക്കുകയാണ്. അസംഖ്യം പുഷ്പങ്ങളുടെ സുഗന്ധം അവിടെ എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള കാറ്റ് എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭഗവാന്റെ അതിൻ്റെ നടുക്കായിട്ട്, ഗോലോകത്തിൻ്റെ നടുക്കായിട്ട് ഭഗവാന്റെ തന്നെ 32 വനങ്ങളുണ്ട്. അതിന് ചുറ്റും കവാടങ്ങളുണ്ട്. അതിന് നടുക്കായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സഭാമന്ദിരമുണ്ട്. അത് വടവൃക്ഷത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്, നികുഞ്ചങ്ങൾ പോലെ. അവിടെ പല പല രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച പല പല കവാടങ്ങളുണ്ട്. എന്നിട്ട് ചന്ദ്രനെ പോലെ നല്ല തിളക്കമുള്ള പവിഴം കൊണ്ട് നിർമ്മിച്ച പല മന്ദിരങ്ങളുമുണ്ട്. അതിസുന്ദരമായിട്ടുള്ള കൊടികളും പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച പല കൊട്ടാരങ്ങളും അങ്ങനെയൊക്കെയുണ്ട്. കൃഷ്ണ, ക്ഷമിക്കണം, ഒരു കോൾ വന്നതായിരുന്നു. നമുക്ക് ചർച്ച തുടരാം. അവിടെ
പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച പല മന്ദിരങ്ങളുണ്ട്, പല കൊട്ടാരങ്ങളും. എന്നിട്ട് അതിപ്പോൾ നമുക്ക് വൃന്ദാവനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പുഷ്പങ്ങളെ കൊണ്ട് പല പല അതിങ്ങനെ കോർത്ത് അത് വെച്ച് ഇങ്ങനെ പല കൊട്ടാരം പോലെയൊക്കെ നിർമ്മിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ പല ഈ തടിയും അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇതൊക്കെ. പക്ഷെ അതേപോലെ ആയിരിക്കത്തില്ല, ഇത് വേറൊരു രീതിയായിരിക്കും. കാരണം ഗോലോകത്തിലെ കാര്യങ്ങളല്ലേ. പല പല വണ്ടുകളും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് അങ്ങനെ അവരുടെ ശബ്ദമായിട്ട് കേൾക്കപ്പെടും. പക്ഷേ അത് അവർ ആക്ച്വലി കീർത്തനം ചെയ്യുകയാണ്. അത് കീർത്തനം ചെയ്യുന്നതായിട്ടും ദേവന്മാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പല പല മയിലുകളും നൃത്തം ചെയ്യുന്നു, അതിമനോഹരമായിട്ട് പാടുന്നു ഭഗവാന്റെ കീർത്തനങ്ങൾ. പിന്നെ മൈനകളും ഇതൊക്കെ കേൾക്കുകയാണ്, കുയിലുകളും ഒക്കെ. നല്ല തേജസ്സുള്ള കുറേ ഗോപികമാർ അവിടെ കാണപ്പെട്ടു. അതിസുന്ദരമായിട്ടുള്ള കുണ്ടലങ്ങളൊക്കെ ധരിച്ച് അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. എന്നിട്ട് രത്നങ്ങൾ കൊണ്ടായിരുന്നു അവിടുത്തെ ഓരോ തറകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ടൈലല്ല, രത്നങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അവരെല്ലാം അതിമനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. അവിടെ പാദസരത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുടികളെല്ലാം പല പല രത്നങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ഓരോ വീടുകളുടെയും വാതിലിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കോടാനുകോടി പശുക്കളാണ്. കോടാനുകോടി പശുക്കൾ. എല്ലാ പശുക്കളും വെളുത്ത നിറമാണല്ലോ. അതും കണ്ടു കഴിഞ്ഞാൽ വെള്ള പർവ്വതം പോലെ വലിപ്പമുണ്ട് ആ പശുക്കൾക്ക്, സുരഭി പശുക്കൾ. അവരുടെ കഴുത്തിലും ആഭരണങ്ങളുണ്ടെന്നുള്ളതാണ്. അവരുടെ അകിടെല്ലാം പാല് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത്. എന്നിട്ട് അതിസുന്ദരമായിരുന്നു അവിടുത്തെ ഓരോ പശുവിനെ കാണാൻ. അവരുടെ വാലാണെങ്കിൽ സുരഭി പശുവിൻ്റെ ഇതാണൊക്കെ പറയുന്നത്. കാണാൻ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കാണാൻ ഭയങ്കര സുന്ദരമാണെന്ന് പറയുന്നു. എല്ലാവിധ ശാന്ത സ്വഭാവമാണ്, അതീവ സുന്ദരി പശുക്കളാണ്. പിന്നെ അവരുടെ വാല് മഞ്ഞ നിറമാണെന്ന് പറയുന്നു. എന്നിട്ട് അവർ അവരുടെ പശുക്കുട്ടികളായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ അതായത് കാണുന്ന എല്ലാവർക്കും സന്തോഷം തോന്നുന്നു. അതാണ് ഒരു സുരഭി പശു. അങ്ങനെ കോടാനുകോടി സുരഭി പശുക്കൾ. അവരുടെ കഴുത്തിലെല്ലാം അതിസുന്ദരമായിട്ടുള്ള മണികൾ. എന്നിട്ട് അവരുടെ കാലിലും ഇങ്ങനെ പാദസരം പോലെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് കഴുത്തിലെ മണി, കാലിലെ മണി എല്ലാം ഇങ്ങനെ കിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്, പുഷ്പങ്ങളുടെ മാല ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കൊമ്പ് സ്വർണത്തിൻ്റെയാണെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. എന്നിട്ട് എല്ലാം വെളുത്തത് മാത്രമല്ല, കൂടുതലും വെള്ള പശുക്കളാണ്. അന്നേരം പല പല നിറങ്ങളുടെ പശുക്കളുണ്ട്. ചിലത് പിങ്ക് നിറത്തിൻ്റെ, ചിലത് പച്ച നിറത്തിൻ്റെ, ചിലത് ചുമന്ന നിറത്തിൻ്റെ, ചിലത് മഞ്ഞ നിറത്തിൻ്റെ, ചിലത് നല്ല കറുത്ത നിറത്തിൻ്റെ, ചിലത് ചാര നിറത്തിൽ, ചിലതാണെങ്കിൽ കുയിലിൻ്റെ നിറത്തിൽ. കുയിലിൻ്റെ കറുപ്പാണ്, പക്ഷേ എന്തോ കുയിലിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക കറുപ്പ് നിറം. എന്നിട്ട് ഇവരുടെ എല്ലാം പാല് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് മാനിനെ പോലെ തുള്ളിച്ചാടി നടക്കുന്നു ഈ പശുക്കളുടെ അമ്മ. എന്ത് ഇവരുടെ കൂട്ടത്തിൽ പശുക്കുട്ടികളും കാണുന്നുണ്ട്. എന്നിട്ട് പശുക്കളുടെ ഇടയിൽ വലിയ വലിയ കാളകളും ഉണ്ടെന്ന്. വലിയ കൊമ്പുള്ള, നല്ല കഴുത്തുമുള്ള, കാണാൻ നല്ല ഒരു പ്രത്യേക ഒരു ഗാംഭീര്യമായിരിക്കും. പിന്നെ ഇവരെയൊക്കെ മേയ്ക്കുന്ന ഗ്വാലന്മാരുണ്ട്, അതീവ സുന്ദരന്മാർ. അവരുടെ എല്ലാം അരയിൽ ഓടക്കുള്ളുണ്ട്, കയ്യിൽ വടികളുമുണ്ട്. എന്നിട്ട് ഭഗവാന്റെ ലീലകൾ അവരിങ്ങനെ പാടിക്കൊണ്ടാണ് ഇവർ പോകുന്നത്, പല പല പാട്ടുകളിലൂടെ. ഇവരെ എല്ലാം കണ്ടിട്ട് ദേവന്മാർ ഇങ്ങനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ സ്വന്തം നികുഞ്ചങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ 1000 ഇതൾ ഉള്ള ഒരു താമരയിൽ നല്ലൊരു പ്രകാശവലയത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. 1000 ഇതളുള്ള ആ താമരയുടെ മുകളിലായിട്ട് 16 ഇതൾ ഉള്ള ഒരു താമരയുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 8 ഇതളുള്ള ഒരു താമര. അതിൻ്റെ മുകളിലായിട്ട് അന്നേരം 1000 ഇതളുള്ള താമര, അതിൻ്റെ മുകളിലായിട്ട് 16 ഇതളുള്ള താമര, അതിൻ്റെ മുകളിൽ 8 ഇതളുള്ള താമര, അതിൻ്റെ മുകളിൽ നല്ല നീളമുള്ള ഒരു വഴി, നല്ല നീളമുള്ള ഒരു വഴി. എന്നിട്ട്
3 പടികളുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ദേവന്മാർ കാണുന്നു കൗസ്തുഭ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ കഴുത്തിൽ ഒരു കൗസ്തുഭ മണിയേ ഉള്ളൂ. ഇത് കൗസ്തുഭ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു സിംഹാസനം. അവിടെ ശ്രീമതി രാധാറാണിയോടൊത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുകയാണ്. എന്തുമായിരിക്കും അല്ലേ? എന്നിട്ട് ഭഗവാന്റെയും രാധാറാണിയുടെ അടുത്ത് അഷ്ടസഖിമാരുണ്ട്. അവിടെ അഷ്ടസഖിമാരുണ്ട്. എന്നിട്ട് 8 ഗോപന്മാരുമുണ്ട് ഭഗവാനെ സഹായിക്കാനായിട്ട്. അവിടെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചാമരത്താൽ ഭഗവാനെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ രാധാറാണിക്കും ചാമരവും മയിൽപീലിയുടെ വിശറിയൊക്കെ. ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ശ്രീമതി രാധാറാണി. എന്നിട്ട് രാധാറാണിയുടെ വലത്തെ കാല് മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ഓടക്കുലിൻ്റെ ഒരു ഭാഗം പിടിച്ചിരിക്കുകയാണ്. രാധാറാണി ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. ആ രാധാറാണിയുടെ പുരികം കോടാനുകോടി കാമദേവന്മാരെ പോലും മോഹിപ്പിക്കും. ആ രീതിയിലായിരുന്നു ശ്രീമതി രാധാറാണിയുടെ ഒരു പുരികം എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത് തന്നെ ഭഗവാൻ കൃഷ്ണൻ കാർമുകിൽ നിറത്തിൽ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള താമര കണ്ണും നല്ല നീളമുള്ള കൈ, പീതാംബരം ധരിച്ചിരിക്കുന്നു, വനമാല ധരിച്ചിരിക്കുന്നു. അതിൻ്റെ ചുറ്റും വണ്ടുകളൊക്കെ ഇങ്ങനെ കറങ്ങുകയാണ്. പല പല ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, തോൾവളകളും. എന്നിട്ട് ആ ആഭരണങ്ങളെല്ലാം നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിസുന്ദരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ദേഹത്ത് ശ്രീവത്സത്തിൻ്റെ ചിഹ്നം കാണുന്നു. എന്നിട്ട് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ചുരുണ്ട മുടിയിലും അലങ്കാരങ്ങളുണ്ട്. ഭഗവാന്റെ ശിരസിൽ കിരീടമുണ്ട്, ആഭരണങ്ങളുമുണ്ട്, കുണ്ടലുമുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ദേവന്മാരെല്ലാം ആനന്ദത്തിൽ ഇങ്ങനെ അങ്ങ് മുങ്ങിപ്പോയി എന്നുള്ളത്. അവരുടെ കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. കൈകൂപ്പി ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ബഹുലാശ്വ രാജാവ് പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട്, നാരദ മഹർഷി ഭഗവാനെ കണ്ടപ്പോൾ, ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ, ഏറ്റവും പരമോന്നതനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ അവരെന്താണ് ചെയ്തത്? അതായത് ഇത്രയും പറഞ്ഞിട്ട് നാരദ മഹർഷി അങ്ങ് നിർത്തിയതല്ല, ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ എല്ലാ കൺട്രോളും പോയി കാണും അല്ലേ? അപ്പോൾ ഉടനെ ബഹുലാശ്വ രാജാവ് പറഞ്ഞു, അങ്ങ് കൂടുതൽ പറയൂ, എന്താണ് അവർ ചെയ്തത്? അപ്പം നാരദ മഹർഷി പറഞ്ഞു, എല്ലാവരും നോക്കി നിന്നപ്പോൾ ഹരി, വൈകുണ്ഠത്തിലെ ആ നായകൻ, ഭഗവാന്റെ രൂപത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നില്ലായിരുന്നോ? ഭഗവാൻ അല്ലേ? ഹരി, വിഷ്ണു. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുടൻ തന്നെ ഈ വിഷ്ണു ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാകാം? രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന്. എന്നാലോചിച്ചു, വ്യത്യസ്ത ഭാവമാണെന്നേ ഉള്ളൂ. അന്നേരം ആ വിഷ്ണു രൂപം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അതുകൂടാതെ അവിടെ നരസിംഹരൂപം പ്രകടമായി. ഭഗവാന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള നരസിംഹരൂപം, കോടാനുകോടി സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ നരസിംഹരൂപം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ ശ്വേതദ്വീപിലുള്ള ക്ഷീരോദകശായ വിഷ്ണു അവിടെ പ്രകടമായി. 1000 കൈകളോടുകൂടി സഹസ്രശീർഷ പുരുഷനായിട്ട് ആ രൂപവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ള എന്നാലോചിച്ചു നോക്കണം. ഇനി അവിടെ
ഭഗവാൻ മാത്രമല്ല, ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയും എല്ലാ പാർഷദരും, വൈകുണ്ഠത്തിലെ എല്ലാ പാർഷദരും അവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. എന്നിട്ട് അവിടെ അമ്പും വില്ലും പിടിച്ചുകൊണ്ട് സീതാദേവിയോടൊപ്പം ലക്ഷ്മണസ്വാമിയും ശത്രുഘ്നസ്വാമിയും ഭരതസ്വാമിയും ആയിട്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു സ്വർണ്ണരഥത്തിൽ അതിൽ ഒരുപാട് വാനരന്മാരുടെ സേവന അകമ്പടിയോടുകൂടി വലിയൊരു രഥത്തിൽ അവിടെ ശ്രീരാമസ്വാമി പ്രകടമായി. അവരെല്ലാവരും കൂടെ ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞാനിത് തള്ളുന്നതല്ല കേട്ടോ, ഇത് ഗർഭഭാഗവത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് സാക്ഷാൽ ഭഗവാന്റെ യജ്ഞാവതാരം അവിടെ വന്നു. സാക്ഷാൽ നാരായണനെന്നും ഹരിയെന്നും അറിയപ്പെടുന്ന ആ ഭഗവാൻ പോലും, എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന ആ ഭഗവാൻ സ്വന്തം ഭാര്യയായി ദക്ഷിണാദേവിയായിട്ടും വന്നു. എന്നിട്ട് ആ രൂപവും ഭഗവാന്റെ ഉള്ളിൽ ദേവി സമേതനായിട്ട് പ്രവേശിച്ചു എന്നുള്ള. നരനാരായണ ഋഷി അവിടെ വന്നു. നരനാരായണ ഋഷി ജടാധാരിയായിട്ട് അവിടെ വന്നു. എന്നിട്ട് ആ നരനാരായണ ഋഷിയും ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ള. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. ദേവന്മാർക്ക് മനസ്സിലായി. ദേവന്മാരെല്ലാവരും പറഞ്ഞു, ഭഗവാനെ നമസ്കരിക്കുന്നു. രാധാകാന്ത, പരമോന്നതനായിട്ടുള്ള ഭഗവാനെ, ഗോലോകനാഥ, എല്ലാ യോഗത്തിൻ്റെയും പരമോന്നത ലക്ഷ്യം അങ്ങാണ്. ബ്രഹ്മജ്യോതിക്ക് അപ്പുറത്താണ് അങ്ങ്. എല്ലാത്തിൻ്റെയും സ്രോതസ്സാണ്. നമ്മുടെ എല്ലാവരുടെയും ആശ്രയം അങ്ങാണ്. അങ്ങ് തന്നെയാണ് എല്ലാത്തിൻ്റെയും അന്തിമ കാരണം. ചിലവർ പറയുന്നു അങ്ങ് തന്നെയാണ് സർവശ്രേഷ്ഠനെന്നും, ചിലവർ പറയുന്നു അങ്ങ് കാലശക്തിയാന്ന് പറയുന്നു, ചിലവർ പറയുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെ ആധാരം അങ്ങാണെന്ന്. അങ്ങാണ് എല്ലാ കർമ്മത്തിൻ്റെയും യോഗയുടെയും പരമോന്നത ലക്ഷ്യം അങ്ങ് തന്നെയാണ്. നമ്മളെല്ലാം അങ്ങേ ആശ്രയിക്കുന്നു. വാക്കുകൾ കൊണ്ട് അങ്ങേ വർണ്ണിക്കാൻ കഴിയില്ല. അങ്ങയുടെ തൃപ്പാദ സേവ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എത്ര തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചാലും അതെല്ലാം അങ്ങയുടെ തൃപ്പാദ സേവയ്ക്ക് തുല്യം വരത്തില്ല. എല്ലാ തപശ്ചര്യകളും യജ്ഞങ്ങളും എല്ലാം അറിവുകളും എല്ലാം അങ്ങയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയാണ്. അങ്ങയുടെ മുമ്പിൽ എന്ത് അഭ്യർത്ഥനയാണ് നമ്മൾ പറയേണ്ടത് എനിക്കറിയത്തില്ല. അങ്ങയുടെ അടുത്ത് നമുക്ക് വരാനുള്ള ഒരു യോഗ്യതയില്ല. പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ അങ്ങയുടെ അടുത്ത് നിൽക്കാൻ കഴിയൂ. അങ്ങ് തന്നെയാണ് എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നത്. അങ്ങ് രാധാദേവിയുടെ പ്രിയപ്പെട്ട നായകനാണ്. അങ്ങ് ഗോപികമാരുടെ പ്രാണനാണ്. അതായത് പറഞ്ഞ യോ രാധിക ഹൃദയ സുന്ദര ചന്ദ്രഹാര ശ്രീ ഗോപിക നയന ജീവനമൂലഹാര ഗോലോകധാമധീഷണധ്വജാതിദേവ സത്വം വിപത്സു വിബുധാൻ പരിപാഹി പാഹി. ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കണമേ. വൃന്ദാവനത്തിലെ നായിക, ബ്രജത്തിലെ രാജാവാണ് അങ്ങ്. അങ്ങ് എപ്പോഴും ഒരു ഗോപാലനായിട്ട് എന്നെന്നും ഇവിടെ നിൽക്കുന്നു. അങ്ങ് ശ്രീമതി രാധാറാണിയുടെ പ്രിയ നായകനാണ്. എല്ലാ തത്വചിന്തകന്മാരുടെയും. അപ്പോൾ ഇവിടെ പറഞ്ഞു അങ്ങ് രാധാറാണിയുടെ പ്രിയ നായകനാണ്. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അമാനുഷിക പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ് അങ്ങ്. ഇതെല്ലാം ഭഗവാന്റെ അടുത്ത് ദേവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാരദ മഹർഷി പറയുന്നു, ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചു ഗോകുലത്തിലെ ആ നായകനെ. ഇതെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ ഇടിവെട്ടുന്ന പോലെ വലിയ ഗാംഭീര്യ സ്വരത്തിൽ ദേവന്മാരോട് പറയുകയാണ്. അപ്പോഴേക്കും ദേവന്മാർ ഇങ്ങനെ നമസ്കരിച്ചിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, മഹാദേവ, ശിവ, അങ്ങെല്ലാവരും എൻ്റെ വാക്കുകൾ കേൾക്കൂ. എൻ്റെ ആജ്ഞപ്രകാരം നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ അവതരിക്കണം. നിങ്ങളുടെ അംശങ്ങളിലൂടെ യദുകുലത്തിൽ ജനിക്കണം. ഞാനും ഈ ഭൂമിയിൽ അവതരിക്കാൻ പോവുകയാണ്.
ഞാൻ ഈ ഭൂഭാരത്തെ തീർക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ മാനിക്കുന്നു. ഞാൻ യദുകുലത്തിൽ ജനിക്കാൻ പോവുകയാണ്. വേദങ്ങളാണ് എൻ്റെ വാക്കുകൾ, ബ്രാഹ്മണരാണ് എൻ്റെ വായ, പശുക്കളാണ് എൻ്റെ ശരീരം, ദേവന്മാരാണ് എൻ്റെ അവയവങ്ങൾ, എൻ്റെ ഭക്തരാണ് എൻ്റെ പ്രാണൻ. ഇത്ര മനോഹരമല്ലേ? വേദാമേ വചനം വിപ്രാമുഖം ഗാവസ്തനുർമമ അംഗാനി ദേവത യൂയം സാധവോ ഹി അസോ ഹൃദി. വേദങ്ങളാണ് ഭഗവാന്റെ വാക്കുകൾ, ബ്രാഹ്മണരാണ് ഭഗവാന്റെ വായ, പശുക്കളാണ് എൻ്റെ ശരീരം, ദേവന്മാരാണ് എൻ്റെ അവയവങ്ങൾ, ഭക്തരാണ് എൻ്റെ പ്രാണൻ. ഹരേ കൃഷ്ണ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഓരോ യുഗങ്ങളിൽ ധർമ്മം സ്ഥാപിക്കാനായിട്ട്, ഭക്തരോട് കാരുണ്യം കാണിക്കാനായിട്ട് ഞാൻ അവതരിക്കാറുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീമതി രാധാറാണിക്ക് ഒരുപാട് ഭയമായി. ഭഗവാനിൽ നിന്നുള്ള വിരഹം രാധാറാണിക്ക് സഹിക്കാൻ കഴിയില്ല. അന്നേരം ദേവി ആകെ വിഷമിച്ചു, കരയാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി, ബോധം കെട്ടു വേണം. അന്നേരം രാധാറാണി പറഞ്ഞു, അങ്ങ് പോവും, ഭൂമിയുടെ ഭാരമൊക്കെ തീർക്കൂ, പക്ഷേ എൻ്റെ പ്രതിജ്ഞ കേട്ടോളൂ. അങ്ങ് ഇവിടുന്ന് പോയാൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും. ദേവിക്കും മരണമൊന്നുമില്ല, പക്ഷെ എന്നാലും ദേവി പറയണം, ഞാൻ പറയുന്ന അങ്ങേക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ അത് വീണ്ടും പറഞ്ഞു തരാം. ഒരു കർപ്പൂരം എങ്ങനെ ഉരുകിത്തീരുന്നോ അതേപോലെ ഞാൻ ഇപ്പോൾ ഉരുകിത്തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭഗവാൻ പറഞ്ഞു, രാധ, നമുക്ക് ഒന്നിച്ചാണ് പോകുന്നത്, വിഷമിക്കാതെ, ഭൂഭാരം തീർക്കും, ഞാൻ നിൻ്റെ വാക്കും പാലിക്കും. രാധാറാണി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കൊന്നും വരത്തില്ല, വൃന്ദാവനം ഇല്ലാതെ ഞാൻ എങ്ങും വരത്തില്ല, യമുനാ നദി ഇല്ലാതെ ഞാൻ എങ്ങും വരത്തില്ല, ഗോവർദ്ധനം ഇല്ലാതെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ ഭഗവാൻ കൃഷ്ണ ഉടനെ ഗോവർദ്ധനത്തിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, യമുനാ നദിയെ പറഞ്ഞയച്ചു. എന്നിട്ട് ഭഗവാന്റെ ഗോലോകത്തെ ധാമത്തിലെ മൊത്തം 84 കോശം എന്ന് പറയും. അന്നേരം കംപ്ലീറ്റ് വൃന്ദാവനം താഴോട്ട് വന്നില്ല. ആ കംപ്ലീറ്റ് വൃന്ദാവനത്തിലെ 84 കോശം, ഒരു കോശം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വരും. അന്നേരം ഏകദേശം കംപ്ലീറ്റ് വൃന്ദാവനത്തിന്, അന്നേരം കംപ്ലീറ്റ് ഗോലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല, അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ ഒരു 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗം താഴോട്ട് പറഞ്ഞയച്ചു. അത് അന്നത്തെ 250 കിലോമീറ്റർ ചുറ്റളവ് നമുക്ക് അറിഞ്ഞുകൂടാ എത്രയായിരുന്നു. ഇന്നത്തെ 250 കിലോമീറ്റർ ചുറ്റളവാണ് നമുക്കിപ്പം കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്നിട്ട് ഇതെല്ലാം കേട്ടപ്പോൾ ദേവന്മാരെല്ലാവരും വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അന്നേരം വൃന്ദാവനം കൊണ്ടുവരാനുള്ള മെയിൻ കാരണം രാധാറാണിയാണ്. ഭഗവാൻ ഭൂഭാരം തീർക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധാറാണി പറഞ്ഞ്, ഞാൻ ജീവൻ പിടിയുമെന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, രാധയും കൂടെ വരൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ല, വൃന്ദാവനം നികുഞ്ചങ്ങളെല്ലാം വരണം, ഗോവർദ്ധനം വരണം, യമുനാ നദി എല്ലാം വരണം. അപ്പം ഭഗവാൻ അവരെയൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എല്ലാ ദേവന്മാരും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. ബ്രഹ്മദേവൻ നമസ്കരിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത്? അങ്ങ് എവിടെയാണ് ജനിക്കുന്നത്? ദേവന്മാരെവിടെയാണ് ജനിക്കേണ്ടത്? ഏതൊക്കെ വീടുകളിൽ, ഏതൊക്കെ പേരുകൾ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ ദേവകി അമ്മയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിക്കും. എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ രോഹിണി അമ്മയുടെ പുത്രനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മി ദേവി ഭീഷ്മകൻ്റെ പുത്രിയായ രുക്മിണിയായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ്റെ പത്നിയായ പാർവതി ദേവി ജാംബോതിയാകും. തുളസി ദേവി തന്നെ സത്യമായിട്ട് അവതരിക്കും. വസുന്ധര, അതായത് ഭൂമിദേവി സത്യഭാമയാകും. ദക്ഷിണ ലക്ഷ്മണയാകും. വിരജ നദി കാളിന്തിയാകും. ഹ്രീ ഭദ്രയാവും. ജാഹ്നവി മിത്രവിന്ദയാകും. എന്നിട്ട് പ്രദ്യുമ്നൻ എൻ്റെ മകനായിട്ട് ജനിക്കും.
എന്നിട്ട് ദ്രോൺ എന്ന് പറയുന്ന ആ വസു നന്ദമഹാരാജാവും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ധര യശോദ അമ്മയാവും, ശുചന്ദ്ര വൃഷഭാനുവാകും, എന്നിട്ട് കലാവതി അവിടെ അവതരിക്കും കീർത്തിതയായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ രാധിക അവരുടെ മകളായിട്ട് ജനിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പല പല ലീലകളും ഞാൻ വൃന്ദാവനത്തിൽ ചെയ്യും എന്ന് ഇവിടെ പറയുന്നു. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് ഇന്നത്തെ അധ്യായം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ അവതരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവന്മാർക്ക് ഗോലോകത്തിലേക്ക് പോകാനുള്ള ആക്സസ് ഇല്ല. പക്ഷേ ഇത് ദേവന്മാരോട് പ്രത്യേകം കാരുണ്യം കാണിക്കും. എന്തിനു വേണ്ടി? നമ്മളോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സംഭവം നടന്നൊരു ഗോലോകം ഉണ്ടെന്നുള്ളൊരു പ്രൂഫ് കിട്ടാൻ വേണ്ടി ഭക്തർക്ക്. അതാണ് മെയിൻ കാരണം. അല്ലെങ്കിൽ ദേവന്മാർക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. പിന്നെ ഇവിടെ നന്ദമഹാരാജും യശോദാമ്മയൊക്കെ അവരൊക്കെ നിത്യവും ഗോലോകവാസികളാണ്. അന്നേരം പരിപൂർണമായിട്ടുള്ള ഗോലോകത്തിൻ്റെ ദർശനം ഇവർക്ക് കിട്ടിയിട്ടില്ല. ഗോലോകം എന്ന് പറയുന്ന ഒരു നിത്യവാസ സ്ഥലമാണ്. അവിടെയുള്ള പാർഷദർ എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന ആൾ യശോദാമ്മയായിട്ട് ജനിക്കുന്നു, ഇന്ന ആൾ ദേവകി വസുദേവരായിട്ട് ജനിക്കുന്നു. അതിൻ്റെ അർത്ഥം ഗോലോകത്ത് ഇവരാരും ഇല്ല എന്നല്ല, ഇവരൊക്കെ അവിടെയും ഉണ്ട്. പക്ഷേ ഇത് ദേവന്മാർക്ക് വേണ്ടി പറയുന്നതാണ്. അന്നേരം ഭഗവാന് പല പല വെർഷൻസ് ഉണ്ട് ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ. അതായത് ദേവന്മാരുടെ മുമ്പിൽ അങ്ങനെ, എന്നിട്ട് ഭക്തരുടെ മുമ്പിൽ ഭഗവാൻ വേറൊരു രീതിയുണ്ട്. അന്നേരം ഭക്തരുടെ മുമ്പിൽ മാത്രമാണ് യഥാർത്ഥ ഗോലോകം പ്രകടമാവുന്നത്. കൺഫ്യൂസ് ആവുന്നുണ്ടല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ, അങ്ങനെയാണ്, കൺഫ്യൂസിങ് ആണ്. ദേവന്മാർക്ക് പോലും ആക്സസിബിൾ അല്ല ഭഗവാന്റെ ലോകം. അന്നേരം ഇവിടെ ദേവന്മാർക്ക്, അതായത് സാധാരണ നമ്മൾ ഭാഗവത്തിലൂടെ ആക്സസ് ചെയ്യുന്ന ഭഗവാൻ ഈ പല പല ലീലകൾ ഈ ഭൂമിക്കകത്ത് എന്ത് ചെയ്തു എന്നാണ്. അന്നേരം ദേവന്മാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തിന് അപ്പുറത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷെ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള വേറൊരു വെർഷനുണ്ട് ഗോലോകത്തിൻ്റെ. അവിടെ ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ കുറച്ച് ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടും ഭഗവാൻ ആരാണ്, ഗുരുവായൂരപ്പനാണ്. ഇതൊക്കെയാണ് വളരെ നിഗൂഢ രഹസ്യങ്ങളൊക്കെയാണ്. ഇതെൻ്റെ ഊഹാഭോഹങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് മുന്നോട്ട് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി നാളെയും അടുത്ത വീഡിയോയിൽ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ.